ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മളപ്പോ ഇന്ന് തെർമോഡൈനാമിക്സിന്റെ ഒരു MCQ ഡിസ്കഷൻ ക്ലാസ് ആണ്. അപ്പോ ഇതിനകത്ത് ബേസിക്കലി കവർ ചെയ്തിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സും പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്യൂർ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In an isothermal process, the internal energy of gas molecules. എന്താണ് ആൻസർ? ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. സോ അത് ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ ഈസ്. അതെ, ഇപ്പൊ ഇന്റേണൽ എനർജി നമുക്കറിയാം. ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബൈ ജൂൾസ് പറയുന്നത് എന്താണ്? Internal energy is only a function of temperature. ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? നമ്മളുടെ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഗ്യാസ് മോളിക്യൂൾസിന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് പ്യൂർ സബ്സ്റ്റൻസിന്റെ കേസ് വരും, മീൻസ് സ്റ്റീമിന്റെ കേസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിന്റെ മാത്രം ഫംഗ്ഷൻ ആണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ടെമ്പറേച്ചർ, പ്രഷറിന് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ പറയുന്ന ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇവിടത്തെ കേസിൽ ഗ്യാസ് മോളിക്യൂൾസിന് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ് ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്? സിൻസ് ഇറ്റ് ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൺലി. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഇനി ത്രോട്ട്ലിംഗ് പ്രോസസ്. എന്താണ് ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ്? വാട്ട് ഈസ് എ ത്രോട്ട്ലിംഗ് പ്രോസസ്? എൻതാൽപ്പി കോൺസ്റ്റന്റ്. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പോറസ് പ്ലഗിലൂടെയോ അല്ലെങ്കിൽ ഒരു കാപ്പിലറി ട്യൂബിലൂടെയൊക്കെ ഉള്ള ഒരു ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി വേറെ ഒന്നും പറയുന്നില്ല. ഇതൊരു ഗ്യാസ് മോളിക്യൂൾ ആണെന്നോ സ്റ്റീം ആണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. സോ ഒരു ഇത് വളരെ ഹലോ അതെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ പറഞ്ഞേ ബി ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻതാൽപ്പിയും എന്ത് തന്നെയാണ്? എൻതാൽപ്പി എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? എൻതാൽപ്പി ത്രോട്ട്ലിംഗ് പ്രോസസ്, എൻതാൽപ്പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതെങ്ങനെ വന്നു നമുക്ക്? അതും ഗ്യാസ് മോളിക്യൂൾസ് ആണ് എന്നുള്ളൊരു അസംഷൻ നമ്മളിവിടെ എടുക്കണം. ഓക്കെ, ഒരു ഗ്യാസ് മോളിക്യൂൾസില് ത്രോട്ട്ലിംഗ് പ്രോസസ് ആണ് നടക്കുന്നത് എങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഗ്യാസ് മോളിക്യൂൾസ് ആകുമ്പോൾ അവിടെയും എൻതാൽപ്പി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ്? വി നോ ദാറ്റ് H is equal to U plus P. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഒരു ബേസിക് ഒരു ചുമ്മാ ഒരു വേഗമായിട്ട് അല്ലെങ്കിൽ ഒരു ജനറലൈസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ് ഗ്യാസ് ആണെന്നോ സ്റ്റീം ആണെന്നോ ലിക്വിഡ് ആണെന്നോ യാതൊന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഓൾ ദ ത്രീ റിമൈൻ കോൺസ്റ്റന്റ്. നമുക്കറിയാം ഒരു സ്റ്റീമോ ലിക്വിഡോ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു മിക്സ്ചറോ ഒരു ലിക്വിഡോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഒരു ത്രോട്ട്ലിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഒന്നിലധികം വേരിയബിൾസ് അവിടെ വേരിയിങ് ആണ്. അവിടെ മോർ ദാൻ വൺ വേരിയബിളിന്റെ ഒരു വേരിയേഷൻ നടക്കും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു മോർ ദാൻ വൺ വേരിയബിളിന്റെ ഒരു വേരിയേഷനോ അങ്ങനെ യാതൊന്നും തന്നെ പറയാത്തത് കൊണ്ടും ഒരു സിംഗിൾ വേരിയബിളിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും നമ്മൾ അസ്യൂം ചെയ്തെടുത്തതാണ് ഇതൊരു ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന്. ഓക്കെ, അതായത് നമ്മൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ വളരെ ജനറലൈസ് ചെയ്തൊരു ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരു അസംഷനിൽ പോയത് തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾസിലാണ് എന്നുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ ഞാൻ ക്ലാരിറ്റി പറയാണ്. ഇവിടെ യാതൊന്നും തന്നെ എടുത്ത് പറഞ്ഞില്ല. ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണെന്ന് പോലും പറയാതെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ത്രോട്ട്ലിംഗ് പ്രോസസ്. അപ്പോൾ അങ്ങനെ യാതൊന്നും തന്നെ പറയാതെ വളരെ ബേസിക് ആയിട്ടുള്ള ചോയ്സ് തന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇതിനെ ഒരു ഗ്യാസ് മോളിക്യൂൾ അസംഷനിലോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ
എഗെയിൻ ഇതൊരു PSC ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അവിടുത്തെ ആൻസർ ഇത് തന്നെയായിരുന്നു, ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് അവിടെ ഒരു അസംഷൻ എടുത്തത് ഗ്യാസ് മോളിക്യൂൾസ് എന്നുള്ളതാണ്. അതായത് വേറെ ഏതൊരു വർക്കിംഗ് ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ മോർ ദാൻ വൺ വേരിയബിളിന്റെ ഒരു വേരിയേഷൻ വരും. അങ്ങനെ ഒരു മോർ ദാൻ വൺ വേരിയബിളിന്റെ വേരിയേഷനെ കുറിച്ചൊന്നും ഓപ്ഷൻസിൽ തരാത്തത് കൊണ്ടും ഇത് ഗ്യാസ് മോളിക്യൂൾസ് എന്നുള്ള ഒരു അസംഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ആപ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിലാണ് ഇത് നടക്കുന്നത് എന്നുള്ള ഒരു അസംഷൻ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? നമ്മൾ എന്തുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾ അസംഷൻ എടുത്തുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എൻതാൽപി ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതും നമുക്ക് എങ്ങനെ മനസ്സിലായി? H=U+PV ആണ്. ഐഡിയൽ ഗ്യാസ് ആണ് അല്ലെങ്കിൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് PVക്ക് വരെ ആരെ കൊണ്ടുവരാം? RT യെ കൊണ്ടുവരാം. U ഈസ് ഓൾറെഡി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ പ്ലസ് RT, R എന്ന് പറയുന്നതും ഒരു ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എൻതാൽപി എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ഫംഗ്ഷനായി? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഫംഗ്ഷനായി. അതുകൊണ്ടിട്ടാണ് എൻതാൽപി കോൺസ്റ്റന്റ് ആവുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നു എന്നുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണ് എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വാലിഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി. ഓക്കെ, സോ ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ് ഗ്യാസ് മോളിക്യൂൾസിൽ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തത്? എൻട്രോപ്പി. അതെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഡെഫിനിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഊരിത്തിരിഞ്ഞു വന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആരായിരുന്നു? എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നാണ് ഈ പറയുന്ന സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി an isentropic process is always, isentropic process is always, എന്താണ് isentropic process? ഓപ്ഷൻസ് ഓക്കെ, റിവേഴ്സിബിൾ ആൻഡ് അഡയബാറ്റിക്. അതെ അല്ലെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും കറക്റ്റ് ആണ്. എന്തെല്ലാമാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അഡയബാറ്റിക് ആയിരിക്കണം, രണ്ട് റിവേഴ്സിബിൾ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഐസെൻട്രോപിക് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എപ്പോഴും തിരിച്ചു മറിച്ചാൽ ചോദിക്കുന്ന ഒരു സാധനമാണ്. അതായത് എവറി അഡയബാറ്റിക് പ്രോസസ് ഐസെൻട്രോപിക് അല്ലെങ്കിൽ എവറി ഐസെൻട്രോപിക് ഈസ് അഡയബാറ്റിക്, അങ്ങനെ മറ്റേ കണ്ടീഷൻസ് പോലെ ചോദിച്ചു വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്ന് ഉടയുകയില്ല. കാരണം ഇപ്പോഴൊക്കെ അങ്ങനെ 2-3 ക്രൈറ്റീരിയ അല്ലെങ്കിൽ 2-3 കണ്ടീഷൻ തന്നിട്ട് ചൂസ് 1, 2, 3 അല്ലെങ്കിൽ 1, 2 ഇതെല്ലാം ട്രൂ ആണ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് അസേർഷൻ ക്രൈറ്റീരിയൻ പോലെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൂടായികയില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിച്ചോളുക, ഐസെൻട്രോപിക് പ്രോസസ് ഓൾവേസ് എന്ത് തന്നെയാണ്? റിവേഴ്സിബിൾ ആൻഡ് അഡയബാറ്റിക്. ഈ രണ്ട് കാര്യങ്ങൾ വന്നാലും മതി. ഇനി റിവേഴ്സിബിളിന് പകരം അവർ എന്ത് പറയാം? ഇതിനകത്ത് തന്നെ റിവേഴ്സിബിളിന് പകരം വേറെ എന്തൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളൊന്ന് നോക്കി പറഞ്ഞേ. റിവേഴ്സിബിൾ എന്നുള്ളതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഏതാ? നമുക്ക് ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലോ. ഏതാ? വെരി ഗുഡ്, ഫ്രിക്ഷൻലെസ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, സോ ഫ്രിക്ഷൻലെസ് ആൻഡ് അഡയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്, ഐസെൻട്രോപിക് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നുകൂടാകില്ല. റിവേഴ്സിബിൾ ആൻഡ് അഡയബാറ്റിക്. ഇനി ദ എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺ. എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി. വെരി ഗുഡ്. എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സിങ്ക് ആൻഡ് സോഴ്സ് ഓൺലി. എഫിഷ്യൻസി എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ പോട്ടെ, നമ്മൾ എപ്പോഴും അതിനെന്താ പറഞ്ഞത്? കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ കാർനോട്ട് തിയറം വെച്ചിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1 - Q2/Q1 എന്നാണ്. അതിൽ കാർനോട്ട് തിയറം വെച്ചിട്ട് ഈ പറയുന്ന ഹീറ്റിന്റെ റേഷ്യോ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു? ടെമ്പറേച്ചർ റേഷ്യോനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് നമ്മൾ എഫിഷ്യൻസിക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത്? 1 - T2/T1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത്. അപ്പോ
എഫിഷ്യൻസി എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കാർനോട്ട് എഞ്ചിന്റെ കേസിൽ സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോഴ്സിന്റെയും സിങ്കിന്റെയും ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി in a closed system is equal to heat transfer if the reversible process takes place at a constant. Options: temperature, internal energy, entropy, pressure. Question എന്താണ്? ചേഞ്ച് ഇൻ എൻതാൽപ്പി. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് എന്നിടാം അല്ലേ? ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഓപ്ഷൻ ഡി, പ്രഷർ അല്ലേ? അതെങ്ങനെ വന്നു? Change in enthalpy in a closed system is equal to the heat transferred. Delta H is equal to Q. ഏത് പ്രോസസ് നടക്കുമ്പോഴാണ്, അതായത് ഇങ്ങനെ ഒരു മീൻസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ആകുന്നു ഇഫ് ദ റിവേഴ്സിബിൾ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ്. ഏതോ ഒരു പാരാമീറ്ററിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ എന്നാവും. ഇത് ആക്ച്വലി നമ്മൾ എങ്ങനെ കൊണ്ടുവരണം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ് പി ഡി വി വർക്കാണ് എന്ത്? ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളൊരു വി ഡി പി ആഡ് ചെയ്യുന്നു, വി ഡി പി സെപ്പറേറ്റ് ചെയ്യുന്നു. യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡി വി അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാനൊരു വി ഡി പി ആഡ് ചെയ്തു, ഒരു വി ഡി പി മൈനസ് ചെയ്യും. ഇനി ഒന്ന് ആലോചിച്ചേ, എന്താണ് ഡെൽറ്റ യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി? നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഡി എച്ച് ഇസ് ഈക്വൽ ടു, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി എച്ച് ഇസ് ഈക്വൽ ടു യുവിന് ഡിഫറൻഷ്യൽ ഡി യു. ഇവിടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. രണ്ട് ഫങ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ എന്താണ്? പി ഡി വി പ്ലസ് വി ഡി പി. ഡിഫറൻഷ്യൽ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി വിയുടെ ഡിഫറൻഷ്യല് പി ഡി വി പ്ലസ് വി ഡി പി. അപ്പൊ ഡി എച്ച് ആണ് എന്ത്? ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി. അപ്പൊ ഡെൽറ്റ യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി നമുക്ക് എന്ത് എഴുതാം? ഡി എച്ച് എന്ന് എഴുതാം മൈനസ് വി ഡി പി. ഇനി ഇക്വേഷനിൽ നോക്കിയേ, Q is equal to DH ആകും എപ്പോ? ഇഫ് ദിസ് ടേം ഇസ് 0. സെക്കൻഡ് ടേം 0 ആയാലേ Q is equal to DH ആവുള്ളൂ. സെക്കൻഡ് ടേം 0 ആവണമെങ്കിൽ എന്ത് 0 ആവണം? ഡി പി 0 ആകണം. ഡി പി 0 ആവണമെന്നുണ്ടെങ്കിൽ പി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ആയാൽ ഡി പി അതിന്റെ ഡിഫറൻഷ്യൽ 0 ആകും. ഇപ്പൊ ഡി പി 0, ഈ ടേം 0 ആയി. സോ പ്രഷർ കോൺസ്റ്റന്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? Q ഈസ് ഈക്വൽ ടു ഡി എച്ച് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു എന്ത്? എൻതാൽപ്പി ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ പ്രഷർ കോൺസ്റ്റന്റ് ആവണം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഒരു ബേസിക്കലി അല്ലെങ്കിൽ ഇതൊരു ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അതൊരു അസംഷനിലോട്ട് പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയാഞ്ഞത്. Q ഈസ് ഈക്വൽ ടു ഡി എച്ച്. ഡി എച്ച് എന്നല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡി എച്ച് അല്ലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ ഡി എച്ച് നമുക്ക് എന്ത് പറയാം? എം സി പി ഡി ടി എന്ന് പറയാം അല്ലെ? Q ഈസ് ഈക്വൽ ടു എം സി പി ഡി ടി. അപ്പൊ അവിടെ സി പി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് പ്രഷറിനാണ് Q ഈസ് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരുന്നത്. പക്ഷെ ഇതൊരു ജനറലൈസ്ഡ് എന്താണ് ഒരു എക്സ്പ്ലനേഷൻ ആയിപ്പോ. അല്ലെങ്കിൽ കുറെ അസംഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഇടേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് വരാതെ ഇത് നമ്മളുടെ ബേസിക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചുകൊണ്ട് മാത്രം, വേറെ യാതൊരു അസംഷനും ഇല്ല, ബേസിക് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം കൊണ്ടുവന്നത്. സോ ഇത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും, പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജനറലൈസ് ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് പറയാതെ നമ്മളുടെ ബേസിക്സ് വെച്ച് വന്നത്. ഓക്കെ,
സോ രണ്ട് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് ഇത് തന്നെയാണ്. കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോഴാണ് എന്താവുന്നത്, എൻതാൽപി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഹലോ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി an engine operates between temperature limits of 900 Kelvin and T2, and another engine operates between T2 and 400 Kelvin. For both engines to be equally efficient, T2 should be equal to. Okay. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു എഞ്ചിൻ ഉണ്ട്. എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ എ ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഓഫ് 900 Kelvin. Q1 റിസീവ് ചെയ്യുന്നു, Q2 പോകുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. സം വർക്ക് ഈസ് പ്രൊഡ്യൂസിങ്. അടുത്തൊരു എഞ്ചിൻ ഉണ്ട്, E2, ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഓഫ് T2 ആൻഡ് 400 Kelvin. ഇതോ കേട്ടില്ല? ഓപ്ഷൻ ബി. ഓക്കെ, അതെ അതെ അതെ, വെരി ഗുഡ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളുടെ സീരീസ് എഞ്ചിനും പാരലൽ എഞ്ചിനും നമുക്കൊരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഇല്ലാതെ ഡയറക്റ്റ് നമ്മളുടെ ബേസിക്സിൽ വഴി കടന്നു പോകുന്നതാണ് എളുപ്പം. അതുകൊണ്ടിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞു പോവാണേ. സോ T2 ആൻഡ് 400 Kelvin. ഇവിടെ നമ്മൾ Q3 റിസീവ് ചെയ്യുന്നു, Q4 പോകുന്നു എന്ന് വെക്കാം. എഫിഷ്യൻസി ഓഫ് ഫസ്റ്റ് എഞ്ചിൻ എന്താണ്? 1 മൈനസ് T2 ബൈ higher temperature. Second engine efficiency 1 minus 400 by T2. ഇനി രണ്ട് എഞ്ചിന്റെയും എഫിഷ്യൻസി ഈക്വൽ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അസ്യൂം അല്ല, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഫോർ ബോത്ത് എഞ്ചിൻസ് ടു ബി ഈക്വലി എഫിഷ്യന്റ്. രണ്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ T2 എന്തായിരിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് എഫിഷ്യൻസി ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. 1 minus T2 by 900 is equal to 1 minus 400 by T2. ഇതിൽ 1 minus പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരുന്നു? T2 by 900 equal to 400 by T2. അപ്പോൾ T2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ T2 സ്ക്വയർ is equal to 900 into 400, which is 36,000,000. ഇത് T2 സ്ക്വയർ. അപ്പൊ T2 എന്ത് വരും ഇതിൽ നിന്ന്? T2 is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഈ സാധനം അല്ലെ. അപ്പൊ 36ന്റെ സ്ക്വയർ റൂട്ട് 6, 4 0 ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ 2 0 എടുത്തു. അപ്പൊ 6 2 0 Kelvin. എന്ത് കിട്ടി നമുക്ക്? T2 is equal to 600 Kelvin എന്ന് കിട്ടി. ഓക്കെ, സോ T2 is equal to 600 Kelvin ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, ഇപ്പൊ രണ്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 4 ഡിഫറെന്റ് ടെമ്പറേച്ചറുകൾ. അതിനകത്ത് 2 കോമൺ ടെമ്പറേച്ചർ, രണ്ട് എഞ്ചിനും ഒരു കോമൺ ആയിട്ട് ഒരു ടെമ്പറേച്ചർ T2. രണ്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഈക്വൽ ആണ് എന്നുള്ളതാണ് തന്നിരുന്ന കണ്ടീഷൻ. നമ്മൾ സിംപ്ലി നമ്മളുടെ ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T2ന്റെ വാല്യൂ 600 Kelvin എന്ന് കിട്ടും. ഓക്കെ, സോ T2ന്റെ വാല്യൂ 600 Kelvin ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അടുത്തത്. ഫോർ എ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ കാർനോട്ട് സൈക്കിൾ, ഒരു ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ കാർനോട്ട് സൈക്കിൾ, വർക്ക് ഔട്ട്പുട്ട് ഈസ് 25% ഓഫ് ദി ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്ക്. തന്നിരിക്കുന്ന കണ്ടീഷൻ ഞാൻ ആദ്യം ഇക്വേഷൻ വൈസ് എഴുതാം. വർക്ക് ഔട്ട്പുട്ട് ഈസ് 25% ഓഫ് ഹീറ്റ് റിജക്റ്റഡ്. ഹീറ്റ് റിജക്റ്റഡ് ഞാൻ Q2 എന്ന് എഴുതുകയാണെ, ഹീറ്റ് ഇൻപുട്ടിനെ Q1 എന്ന് എഴുതാം. തെർമൽ എഫിഷ്യൻസി ഫോർ ദ എഞ്ചിൻ വുഡ് ബി. തെർമൽ എഫിഷ്യൻസി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നിരിക്കുന്ന കാര്യത്തിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. W is equal to 25% Q2, which is 0.25 Q2. Or W എന്താണ്? W is also equal to Q1 minus Q2. അങ്ങനെയല്ലേ നമ്മൾ എഞ്ചിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളത്.
എൻജിൻ Q1 Q2 W പ്രൊഡ്യൂസ് ചെയ്യുന്നു. W ആണ് എന്ത്? Q1 മൈനസ് Q2. അപ്പൊ ഞാൻ എന്താ ഇവിടെ W ന് വരെ Q1 മൈനസ് Q2 എന്ന് എഴുതി, which is equal to 0.25 Q2. ഇവിടെ ഞാനൊന്ന് ഈ Q2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Q1 by Q2 minus 1 is equal to 0.25 or Q1 by Q2 is equal to 1.25 നമുക്ക് കിട്ടി. ഇനി എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് വരും? 1 മൈനസ് Q2 by Q1. Q2 by Q1. So is equal to 1 minus Q2 by Q1 വരെ നമുക്ക് എന്ത് എഴുതാം? Q1 by Q2 1.25 which is equal to cross multiply ചെയ്താലോ 1.25 minus 1 divided by 1.25 which is equal to 0.25 divided by 1.25 which is equal to 1 by 5 അല്ലേ? 1 by 5 എത്രയാണ്? 1 by 5 0.2 or efficiency is equal to 0.2 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 20% എന്ന് പറയാം. ഓക്കെ, സോ 20% ആണ് എന്ത്? തെർമൽ എഫിഷ്യൻസി ഓഫ് ദി എൻജിൻ. അപ്പൊ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ കണ്ടീഷൻ? വർക്ക് എന്ന് പറയുന്നത് 25% ഓഫ് ദി ഹീറ്റ് റിജക്റ്റഡ്. Q2 ആൻഡ് വർക്ക് ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്ത ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എഫിഷ്യൻസി ഈസ് എ ഫങ്ഷൻ ഓഫ് Q1 ആൻഡ് Q2. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും Q1നെയും Q2നെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളുടെ എഫിഷ്യൻസി ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ പറയുന്ന എഫിഷ്യൻസിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ എഫിഷ്യൻസി 20% നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അപ്പോ ഇത്തരം സ്റ്റേറ്റ്മെന്റ് നമ്മൾ മീൻസ് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയേക്കാം. എങ്കിലും എപ്പോഴും നമ്മൾ ഒന്ന് വിജിലന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. A reversible adiabatic process is an isentropic process. Correct ആണോ അല്ലയോ? Reversible adiabatic process is an isentropic process. Correct ആണോ? Correct ആണ്. Correct ആണ്. Which of the following is a correct statement? അപ്പൊ ഇത് കറക്റ്റ് ആണ്. An isentropic process is an adiabatic process. ഇത് കറക്റ്റ് ആണോ? An isentropic process is an adiabatic process. Correct ആണോ ഇത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി പറഞ്ഞേ. An isentropic process and adiabatic process. നമുക്കറിയാം ഒരു ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ അതെന്താണ്? റിവേഴ്സിബിൾ അഡയാബാറ്റിക് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താണ്? ഓൾ ഐസെൻട്രോപിക് ആർ അഡയാബാറ്റിക് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇതിനകത്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഐസെൻട്രോപിക് പ്രോസസ് ഒരു അഡയാബാറ്റിക് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസെൻട്രോപിക് പ്രോസസ് അഡയാബാറ്റിക് പ്രോസസ് എന്നാണോ അതിന്റെ അർത്ഥം? ഈ സ്റ്റേറ്റ്മെന്റ് അർത്ഥം അതാണ്. ശരിക്കും ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ് എന്നാണോ? അല്ല. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു 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 പ്രത്യേക അല്ലെങ്കിൽ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് അഡയാബാറ്റിക് പ്രോസസ് ആണ്. ആണോ? ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡയാബാറ്റിക് ആൻഡ് റിവേഴ്സിബിൾ ആവണം. അപ്പൊ ഇത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ആൻഡ് ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് എ കോൺസ്റ്റന്റ് എൻട്രോപിക് പ്രോസസ്. ശരിയാണോ ഇത്? ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് ആണോ കോൺസ്റ്റന്റ് എൻട്രോപിക് പ്രോസസ്?
ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് ആണോ കോൺസ്റ്റന്റ് എൻട്രോപ്പി? അല്ല. ഇനി എൻട്രോപ്പി ഡിക്രീസസ് ഡ്യൂറിങ് ആൻ ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റോ അഡയബാറ്റിക് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യോ ഇൻക്രീസ് ചെയ്യോ? ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ഇറിവേഴ്സിബിൾ ആണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണം. DS വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇറിവേഴ്സിബിൾ ആകുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണം. സോ എൻട്രോപ്പി ഇൻക്രീസ് ആണ്, എൻട്രോപ്പി ഡിക്രീസ് അല്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് തന്നെ? നമ്മളുടെ ബേസിക് ഡെഫിനിഷൻ തന്നെ, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ആൻഡ് ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, സോ ഓപ്ഷൻ 1 തന്നെയാണ് നമ്മുടെ ആൻസർ. ഇനി which parameter can be considered to remain constant if the value of exponent n in the polytropic equation PV raised to n is equal to constant takes a unique value? എന്താണത്? എക്സ്പോണന്റ് n is equal to 1 ആകുമ്പോൾ എന്താവും? n ന്റെ വാല്യൂ 1 ആകുമ്പോൾ എന്താവും? PV is equal to constant എന്നാവും. PV is equal to constant എന്ത് പ്രോസസ് ആണ്? PV is equal to constant എന്ത് പ്രോസസ് ആണ്? ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമ്മള് ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ ഇന്റേണൽ എനർജി ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഇന്റേണൽ എനർജി ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഗ്യാസ് മോളിക്യൂൾസിനാകുമ്പോ എൻതാൽപി എന്ത് തന്നെയാണ്? എൻതാൽപിയും ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ തന്നെയാണ്. പക്ഷേ ഈ ഒരു PSC ക്വസ്റ്റ്യനിൽ അവർ ആൻസർ പറഞ്ഞത് ഓപ്ഷൻ ഇന്റേണൽ എനർജി തന്നെയായിരുന്നു. ഇന്റേണൽ എനർജി തന്നെയാണ് അവർ ഓപ്ഷൻ പറഞ്ഞത്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ വന്നത്, എൻതാൽപി എന്ന് പറയുന്നത് H is equal to U plus PV. അതൊരു ഡിറൈവ്ഡ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ അതൊരു ഡിറൈവ്ഡ് പ്രോപ്പർട്ടിയാണ്. എൻതാൽപി എന്ന് പറയുന്നതിൽ ഇന്റേണൽ എനർജി പ്ലസ് PV എന്ന് പറഞ്ഞിട്ട് ഒരു ഡിറൈവ്ഡ് പ്രോപ്പർട്ടിയിലോ, അല്ലെങ്കിൽ ഇതൊരു ഡിറൈവ്ഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും അത് ഡയറക്റ്റ് നമുക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ അതൊരു ഡയറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ വരുന്ന ഒരു പ്രോപ്പർട്ടി അല്ല എൻതാൽപി. അതുകൊണ്ടിട്ട് എൻതാൽപിയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ബൈ ജൂൾസ് എക്സ്പെരിമെന്റ് ഡയറക്ട്ലി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജൂൾസ് ലോയിൽ തന്നെ പറയുന്നതാണ്. എന്ത്? ഇന്റേണൽ എനർജി ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇത് ജൂൾസ് ലോയുടെ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ഇന്റേണൽ എനർജിയുടെ കേസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇന്റേണൽ എനർജി ആണ് അവര് ഈ ഒരു ഓപ്ഷന് ആൻസർ ആയിട്ട് പറഞ്ഞത്, എൻതാൽപി അല്ല. ഓക്കെ, നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ഇന്റേണൽ എനർജി ഉണ്ട്, എൻതാൽപി ഉണ്ട്. എൻതാൽപി എന്ത് തന്നെയാണ്? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എൻതാൽപി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയത് കൊണ്ടിട്ട് ഈ ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണല്ലോ PSCയുടെ ഏറ്റവും ഒരു ഇതായിട്ട് പറയുന്നത്. അതായത് ചില MCQല് നമുക്ക് 2 ഓപ്ഷൻസും നമ്മൾക്ക് വാലിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ് ഉണ്ടാവാം. പക്ഷേ എവിടെയായിരിക്കും കൂടുതൽ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഉള്ളത്, അതിന് അവർ വെയിറ്റേജ് കൊടുത്തിട്ട് ചില സമയം ആ ഒരു ആൻസർ എടുക്കാറുണ്ട്. പക്ഷേ ചില സമയം ചാലഞ്ച് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാറുമുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനെ ചാലഞ്ച് ചെയ്തിട്ടും അതിനെ ക്യാൻസൽ ചെയ്തില്ല. ഇന്റേണൽ എനർജി തന്നെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചോളുക. 2 വന്നാലും നമ്മൾ ആരെ തിരഞ്ഞെടുക്കുക? ഇന്റേണൽ എനർജിയെ ചൂസ് ചെയ്യുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മറ്റേതൊരു ഡിറൈവ്ഡ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ടും ഇതിനെ ഒരു ജൂൾസ് എക്സ്പെരിമെന്റ്, ഒരു ലോയുടെ ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് ഡിഫറൻഷ്യൽസ്, heat and work would be described mathematically as. ഹീറ്റും വർക്കും എന്താണ്? അതൊരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തുകൊണ്ടാണ് അതൊരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആയത്? ഹീറ്റ് ആൻഡ് വർക്ക് എന്ത് ഫംഗ്ഷൻ ആണ്?
പാത്ത് ഫംഗ്ഷൻ അത് പാത്ത് ഫംഗ്ഷൻ ആണ്. പാത്ത് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാനേ പറ്റുള്ളൂ? അതിന് എക്സാക്ട് ഡിഫറൻഷ്യൽ, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഈ പറയുന്ന പോലെ എൻ പോയിന്റ്സ് ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാക്ട് ഡിഫറൻഷ്യൽ. അതായത് നമുക്ക് ലിമിറ്റ് കൊടുത്താൽ എ ടു ബി എന്ന് പറഞ്ഞ് നമുക്ക് ലിമിറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചാൽ അത് എക്സാക്ട് ഡിഫറൻഷ്യൽ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് ഹീറ്റും വർക്കും എന്താണ്, അതൊരു പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എൻഡ് പോയിന്റിനെ അല്ല അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അയാൾ പോകുന്ന വഴി പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നു? ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആയിട്ട് പറയുന്നു. ഓക്കെ, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ്. താങ്ക് യു.